ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ, ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഫ്രഷ് കട്ട് അടച്ചുപൂട്ടി ആ ജനങ്ങളുടെ പ്രശ്നപരിഹാരത്തിന് നേതൃപരമായ പങ്ക് വഹിക്കാൻ ആ നാട്ടുകാരോടൊപ്പം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ്. കേട്ടല്ലോ, ഈ പറഞ്ഞത് ആരാന്നറിയാമോ? PK ഫിറോസ്. ഈ സംഭവം എന്തെന്ന് നിങ്ങൾക്കറിയാമോ? ഇതാണ് നിങ്ങൾ അറിയേണ്ടത്. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്ക് അടുത്ത കട്ടിപ്പാറ എന്ന് പറയുന്ന പഞ്ചായത്തില് ഒരു ഫ്രഷ് കട്ട് എന്ന് പറയുന്ന കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്ന് പറഞ്ഞൊരു സംഭവം തുടങ്ങിയിരുന്നു. ഇത് മൂലം ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. അവിടെ എന്താ ആ സ്മെല്ലാന്നറിയാമോ? ആ സ്മെല്ല് കാരണം അവിടെയുള്ള ജനങ്ങളെല്ലാം കൂടെ ജനകീയമായിട്ടുള്ള ഒരു സമരം അങ്ങോട്ട് നടത്തി. ആ സമരത്തിനൊക്കെ മുൻപന്തിയിൽ നിന്ന ഒരാളാണ് ഈ PK ഫിറോസ് എന്ന് പറയുന്ന MLA. അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് അടച്ചു പൂട്ടും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ അത് നിർത്തലാക്കാനുള്ള, അത് എന്താ പറയുക, കംപ്ലീറ്റ് ബ്ലോക്ക് ആക്കാനുള്ള ഉത്തരവ് വരെ ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശൻ ഒപ്പിട്ടു എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ പറയുന്ന ഫ്രഷ് കട്ട് എന്ന് പറയുന്ന സാധനം ഇപ്പോൾ മൊത്തത്തിൽ കട്ടാക്കിയിരിക്കുകയാണ്. എന്തായാലും ഈ പറയുന്ന PK ഫിറോസ് പറയുന്ന കാര്യം ഒന്നുകൂടെ കേട്ടു നോക്കിയേ. ഏതാണ്ട് 4000-ത്തിലധികം കുടുംബങ്ങൾ വലിയ പ്രയാസത്തിലാണ്. ഫ്രഷ് കട്ട് എന്ന പേരിലുള്ള ഒരു അറവ് മാലിന്യ സംസ്കരണ കമ്പനി മൂക്കുപൊത്തിയിട്ടല്ലാതെ ആ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. അങ്ങ് മുഖ്യമന്ത്രി ആയപ്പോ അവിടെയുള്ള ജനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. അതുകൊണ്ട് ആ കമ്പനി അടച്ചുപൂട്ടി ആ ജനങ്ങളുടെ പ്രയാസത്തിന് പരിഹാരമുണ്ടാക്കണമെന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ പറഞ്ഞു, നടപ്പിലാക്കി, അങ്ങ് കയ്യിലും കൊടുത്തു. ഇതാണ് ജനകീയമായിട്ടുള്ള ആൾക്കാർ ഭരണത്തിലുണ്ടെങ്കിലുള്ള ഒരു കാര്യം. ജനങ്ങൾക്ക് എന്താണോ പ്രോബ്ലം അതിന്റെ കൂടെ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് പ്രവർത്തിക്കുക. അപ്പോഴെന്താണ്, അവിടെ കാര്യങ്ങൾ അങ്ങോട്ട് നടപ്പിലാക്കും. അതാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും ഇവിടെയുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ഇതിന്റെ സ്മെല്ല് കാരണമാണ്. എന്നാ സ്മെല്ലാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴി സംസ്കരണ പ്ലാന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്നുള്ള മാലിന്യങ്ങൾ കുടിവെള്ള സ്രോതസ്സുകളിലേക്കൊക്കെ ഒഴുക്കി വിടുന്നു എന്നുള്ള കംപ്ലൈന്റും വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ MLA എന്ന നിലയിൽ ഇദ്ദേഹം ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഇദ്ദേഹം ആ പറയുന്ന അവിടുത്തെ ജനങ്ങളുടെ ജനകീയമായിട്ടുള്ള സമരത്തിന് മുൻപന്തിയിൽ നിന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇദ്ദേഹം മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ പറഞ്ഞു. അത് മാത്രമല്ല, ഇദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഈ സാധനം അടച്ചു പൂട്ടുമെന്ന്. ജനങ്ങൾ ഇദ്ദേഹത്തെ ജയിപ്പിച്ചു, ആ സാധനം അടച്ചുപൂട്ടി. അപ്പൊ ഇവിടുന്ന് നിങ്ങൾക്ക് എന്താണ് കാര്യം മനസ്സിലായത്? ഒരു ജനപ്രതിനിധി അവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്ന വിശ്വാസം എന്താണെന്നുള്ളത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇദ്ദേഹം വാക്ക് കൊടുത്തു ജനങ്ങൾക്ക്, ജനങ്ങൾ ഇദ്ദേഹത്തെ ജയിപ്പിച്ചു. ഇദ്ദേഹം ആ പറഞ്ഞ വാക്ക് പാലിച്ച് ആ പറയുന്ന ഫ്രഷ് കട്ട് എന്ന് പറയുന്ന സാധനത്തെ അവിടെ നിന്ന് കട്ട് ചെയ്തു. എങ്ങനെ ഇരിക്കുന്നു? ഇതല്ലേ യഥാർത്ഥ ജനാധിപത്യം എന്ന് പറയുന്നു? കമന്റ് ചെയ്യട്ടോ.